അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏതാനും കാര്യങ്ങളാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മളിവിടെ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ രാജവാഴ്ചയും അതുപോലെ തന്നെ പിശാചുക്കൾ സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് ലഭിച്ച രാജവാഴ്ചയെക്കുറിച്ച് പറഞ്ഞു പരത്തിയ കാര്യങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. ഇനി ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഓരോ അനുഗ്രഹങ്ങളും അതെല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാം പഠിച്ചു പ്രാവർത്തികമാക്കിയ സിഹറിലൂടെയായിരുന്നു. അഥവാ മാരണം ചെയ്തുകൊണ്ട് മാന്ത്രിക വിദ്യ കരസ്ഥമാക്കിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം നേടിയെടുത്തതാണ് എന്ന്, ഈ ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ അത് മുഴുവനും ലഭിച്ചത് ഈ രൂപത്തിലുള്ള മാരണത്തിലൂടെ ആയിരുന്നു എന്ന് പിശാചുക്കളുടെ ഗൗരവമായിട്ടുള്ള ഒരു കുപ്രചരണം, അതിനെ തുടർന്ന് അതിനെ ശക്തമായി ഗണ്ണിച്ച ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കുപ്രചരണം നടത്തുന്നവരോട് തുറന്നു പറയുകയാണ്, വമാ കഫറ സുലൈമാൻ, സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല താനും, വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്ർ, എങ്കിലും മനുഷ്യർക്ക് സിഹ്ർ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് അവിശ്വസിച്ചത് എന്ന്. ഇവിടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യർക്ക് സിഹ്ർ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് സത്യനിഷേധം പ്രകടിപ്പിച്ചത് എന്നാണ്. കുഫ്ർ ചെയ്തത് അത് പിശാചുക്കളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ സിഹ്ർ അത് വാസ്തവത്തിൽ എന്താണ് എന്ന് ആദ്യം വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സിഹ്ർ എന്ന അറബി പദം നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തെടുക്കുകയാണ് എങ്കിൽ ഒരുപാട് വകുപ്പുകളിലായി ജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന പലതിനെയും സിഹ്ർ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ്. ആഭിചാരത്തിനും മാരണത്തിനും വശീകരണത്തിനും അതുപോലെ തന്നെ കൺകെട്ടും ജാലവിദ്യയും, ഇങ്ങനെ കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസകരമായ എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹ്ർ എന്ന് മൊത്തത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പല മന്ത്രവാദങ്ങളും ഹോമങ്ങളും ഉറുക്കിന്റെയും രക്ഷാ തകിടുകളുടെയും ഒക്കെ ഉപയോഗങ്ങൾ അതെല്ലാം സിഹ്റിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇസ്മിന്റെ പണി, ത്വൽസമാത്ത് എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ വിളിച്ചുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ഈ പിശാചിന്റെ ചതിക്കുഴിയിൽ വീണ് കിടക്കുന്നത് നമുക്ക് ഇന്നും വളരെ വ്യാപകമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം സിഹ്റുമായി ബന്ധപ്പെട്ട സിഹ്റിന്റെ ഇനങ്ങളിൽപ്പെട്ട പ്രവർത്തനങ്ങളാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈ പറഞ്ഞ സിഹ്റിന്റെ പ്രവർത്തനങ്ങളിൽ ഒട്ടുമിക്ക മേഖലയിലും ഇവിടെ സഹായം ചോദിക്കപ്പെടുന്നത് ഒന്നുകിൽ ജിന്നിനോടോ മരണമടഞ്ഞു പോയവരോടോ അല്ലെങ്കിൽ ദേവീ ദേവന്മാരോടോ ഭൂതത്തോടോ നക്ഷത്ര ഗ്രഹങ്ങളോടോ അങ്ങനെ ഏതെങ്കിലും നിലക്ക് അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടികളോടോ സാങ്കല്പിക ശക്തികളിലായിരിക്കും ഈ ആളുകൾ അഭയം പ്രാപിക്കുന്നത്. എന്നിട്ട് ഈ ആളുകൾ പല പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്നും ആളുകളെ തെറ്റിക്കുന്ന, തീർത്തും നരകത്തിന്റെ അവകാശികളായി ആളുകളെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് പിശാച് സിഹ്റിന്റെ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ എടുത്തു പറഞ്ഞ ഈ പൈശാചിക ഏർപ്പാട് അത് മൊത്തത്തിൽ കുറ്റകരവും അങ്ങേയറ്റം വെറുക്കപ്പെട്ടതുമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ ഈമാനുള്ള സത്യവിശ്വാസിയായ ആളുകൾക്ക് യാതൊരു നിലക്കും യോജിക്കുന്ന ഒരു പ്രവർത്തനമല്ല സിഹ്ർ. ഇത് സത്യനിഷേധത്തിന്റെ അഥവാ
കുഫ്രിന്റെ മേഖലയാണ് എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയെ പരിശുദ്ധനാക്കിക്കൊണ്ട് പറഞ്ഞത് വമാ കഫറ സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല താനും വലാകിന്ന ശയാതീന കഫറു, പക്ഷേ പിശാചുക്കളാണ് അവിശ്വസിച്ചത് എന്ന്. ഇവിടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയുടെ അറിവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച രാജവാഴ്ചയും അതൊന്നും സിഹ്റിലൂടെ ലഭിച്ചതല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച അപാരമായ അനുഗ്രഹമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യനെ സംബന്ധിച്ച് അവനെ എല്ലാ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതും ശിർക്കിലേക്കും കുഫ്രിലേക്കും ഒക്കെ മനുഷ്യനെ നയിക്കുന്നതും അത് പിശാചുക്കളാണ് സഹോദരങ്ങളെ. ഈ ജിന്നി പിശാചുക്കൾ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ അവരാൽ കഴിയുന്ന മാർഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്മാർക്ക് സിഹ്റിന്റെ വഴികൾ പഠിപ്പിക്കുവാൻ, അതുപോലെ ആ സിഹ്ർ ഉപയോഗിച്ച് ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുപ്രചരണം നടത്താനും പിശാചുക്കൾ വലിയ പ്രയത്നം തന്നെ നടത്തുന്നുണ്ട് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കളുടെ കുഫ്റിന്റെ ഒരു കാരണമായി എടുത്തു പറഞ്ഞത് യുഅല്ലിമൂനന്നാസ സിഹ്ർ, അവർ മനുഷ്യർക്ക് സിഹ്ർ പഠിപ്പിച്ചിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏതായാലും ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സത്യവിശ്വാസികൾക്ക് ഒരു നിലക്കും യോജിക്കാൻ കഴിയാത്ത, അവിശ്വാസികൾക്ക് മാത്രം യോജിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ സിഹ്ർ. 7 വൻപാപങ്ങളായി ഇസ്ലാം പഠിപ്പിച്ചതിൽ രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ ഒരു വലിയ തിന്മയാണ് സഹോദരങ്ങളെ സിഹ്ർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നാശഗർത്തത്തിലും നരകത്തിലും മനുഷ്യനെ മുക്കുന്ന 7 വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ ഖാലു യാ റസൂലല്ലാഹി വമാ ഹുന്ന, ആ സ്വഹാബികൾ അവർ ചോദിക്കുകയാണ്, പ്രവാചകരെ അവ ഏതൊക്കെയാണ് എന്ന്. ഖാല, ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് ഒന്നാമതായി എണ്ണുന്നത്. പിന്നെ രണ്ടാമതായി എണ്ണുന്നത് വസ്സിഹ്ർ, സിഹ്ർ ചെയ്യലാണ് എന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു പവിത്രമാക്കിയ ആത്മാക്കളെ അന്യായമായി ഹനിക്കലാണ്, പലിശ ഭുജിക്കലാണ്, അനാഥയുടെ ധനം തിന്നലാണ്, യുദ്ധത്തിൽ സൈന്യങ്ങൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ പിന്തിരിഞ്ഞോടലാണ്, അതുപോലെ വിശ്വാസിനികളും പതിവ്രതകളും ചീത്ത വിചാരങ്ങളില്ലാത്തവരുമായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയലാണ് എന്ന. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞ മനുഷ്യനെ നരകത്തിൽ മുക്കുന്ന 7 വൻപാപങ്ങൾ. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായി എടുത്തു പറഞ്ഞ വൻപാപം അത് സിഹ്റാണ്. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമായി പഠിപ്പിക്കുന്ന, ഏറ്റവും വലിയ പാപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്ന ഒരു കാര്യമാണ് സിഹ്ർ. ഈ സിഹ്ർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കിയത് എന്ന് പിശാചുക്കൾ പറഞ്ഞു വരുത്തിയത്. അത് ഗൗരവമായ ഒരു ആരോപണമാണ്. ഈ ആരോപണം ശരിവെച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ യഹൂദികൾ അവരുടെ വിശ്വാസം വെച്ച് പുലർത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സിഹ്ർ പഠിച്ച ഒരു വിദഗ്ധനായ രാജാവായിട്ടാണ് യഹൂദികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പിശാചുക്കളുടെ വർത്തമാനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിനെ പിൻപറ്റിയ ഈ യഹൂദികൾക്കുള്ള ഒരു ഖണ്ഡനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽക്കി സുലൈമാൻ, സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. വമാ കഫറ സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല താനും, വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്ർ, എങ്കിലും മനുഷ്യർക്ക് സിഹ്ർ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് അവിശ്വസിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഇനി ഈ ആയത്തിൽ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.